അപ്പോൾ യഹൂദന്മാര് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ സംശയിക്കുകയും ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോൾ അവര് നാം സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ അവര് ക്രിസ്തുവിനെ കുറിച്ച് അവന് ഭൂതമുണ്ടെന്നും ശമരിയക്കാരനാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, ഒരു വലിയ പ്രോമിസ് ആണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഫെയ്ത്ത് എന്ത് ചെയ്യുമെന്നാണ് കർത്താവിന്റെ പ്രോമിസ്. കർത്താവിന്റെ പ്രോമിസ് നമ്മുടെ വിശ്വാസം, അതായത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മെ മരിക്കാത്തവരാക്കി മാറ്റുമെന്നുള്ളതാണ്. നമുക്കൊരിക്കലും മരണം കാണേണ്ടി വരികയില്ല. നമുക്ക് ശരിക്കും വിശ്വാസമുണ്ടോ മരണം കാണേണ്ടി വരികയില്ലെന്ന്? മരണം കാണേണ്ടി വരികയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ അത് ഭയങ്കര ധൈര്യമാണെന്ന് മാത്രമല്ല, നമുക്ക് ഏത് പാപത്തെ അതിജീവിക്കാനുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി കൂടിയാണത്. ഒടുക്കത്തെ ശത്രു എന്ന് പറയുന്ന മരണഭയമാണ്. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നിടത്തോളം കാലം നമ്മൾ പാപത്തിന്റെ അടിമകളാണ്. പാപത്തിന്റെ അടിമത്തം എന്ന് പറയുന്ന മരണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂടെയാണ് പാപം നമ്മളെ നിയന്ത്രിക്കുന്നത്. മരണം എന്നൊരു സ്ഥിതി നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ശരിക്കും മരണം ഒരു നെസസിറ്റിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫിസിക്കൽ റിമൂവൽ ഒരു നെസസിറ്റിയാണ്. മരണം നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വേറെ ഒരു രീതിയിലാകുമായിരുന്നു. ഇറ്റ് വുഡ് ബി ടോട്ടലി ഡിഫറെന്റ്. അല്ലെ, പാപത്തിൽ ജീവിച്ചിരുന്നവർ നിത്യം ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞാൽ അവര് മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? മരണമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാണ്. നമ്മൾ തന്നെയാണല്ലോ ആദവും ഹവ്വയും, അല്ലെ? നമ്മൾ തന്നെയാണ് ആദവും ഹവ്വയും. നമ്മുടെ മുമ്പിൽ മരണം എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലാന്ന് വിചാരിച്ചോ, നമ്മൾ എങ്ങനെയായിരുന്നേന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്നിനെയും ഭയമില്ലാത്തവരായിരുന്നേനെ. കൊല്ലാൻ പറ്റത്തില്ല, ആരും മരിക്കുന്നില്ലല്ലോ. കൊല്ലാൻ പറ്റില്ല, ചതിക്കാനും മോഷ്ടിക്കാനും നമ്മുടെ ഒറിജിനൽ സ്വഭാവങ്ങളെല്ലാം കാണിച്ചാണ്. കാരണം പേടിക്കണ്ടല്ലോ, വി ആർ നോട്ട് ഗോയിങ് ടു ഡൈ. അപ്പോ നമ്മുടെ ഈ എക്സിസ്റ്റൻസ് ഒരിക്കലും തീർന്നു പോകുന്നില്ല. നമുക്കൊരു ഭയം ഉണ്ടാകുന്നത് നമ്മുടെ മുമ്പിൽ മരണം ഉള്ളതുകൊണ്ടാണ്. സമ്പാദിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ലാത്തൊന്നും മരിക്കുന്നുണ്ടാവും. മരണം എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞത്. അപ്പൊ പാപത്തിന്മേലുള്ള ഒരു വലിയ റിസ്ട്രെയിനിങ് ആയിട്ടാണ്, പാപത്തെ തടയുന്ന ഒരു ശക്തിയായിട്ടാണ് ദൈവം മരണത്തെ വെച്ചത്. കാരണം നന്മ തിന്മകളുടെ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മരണഭയവും കൂടെ ഇല്ലായിരുന്നെങ്കിൽ, മരിച്ചു പോകുമെന്നുള്ള റിയാലിറ്റി അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ അവർ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കില്ല, വാർദ്ധക്യമില്ല, എപ്പോഴും യൗവനക്കാരായിരിക്കും, എന്ത് ചെയ്താലും യൗവനക്കാരായിരിക്കും എന്നുള്ള ഒരു സ്ഥിതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ലോകം എൻജോയ് ചെയ്യാനല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു മാനസാന്തരത്തിന്റെ ഒരു ചിന്ത പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ മേക്ക്, അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആദവും ഹവ്വയും നന്മ തിന്മകളെ അറിയുന്നവരായി, ദൈവത്തിന് മത്സരികളായി എത്ര നാൾ ജീവിച്ചിരുന്നാലും ദൈവത്തിന് മത്സരികളായിട്ട് എത്ര നാൾ ജീവിച്ചിരുന്നാലും അവർക്ക് ഒരിക്കലും പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് മരണവും അതുപോലെ എന്താ പറയുന്നത്, ക്ഷീണങ്ങളും രോഗങ്ങളും ലോകത്തുണ്ടാകുന്ന പരാജയങ്ങളും ഇതെല്ലാം നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി തരാനും മാനസാന്തരപ്പെടാനും ഉള്ള വലിയൊരു അവസരമാണ് നമുക്ക് തരുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതേ മരണഭയമാണ് നമ്മളെ പാപത്തിന്റെ ദാസന്മാരായിട്ട് കുരുക്കുന്നതും എന്ന് നമ്മൾ നേരത്തെ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ദ ഫിയർ ഓഫ് ഡെത്ത് ആണ് ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതും, എന്നാൽ അനേകം ആളുകളെ ലോക മഹത്വത്തിലേക്കും ലോകത്തിന്റെ മോഹങ്ങളിലേക്കും നയിക്കുന്നതും മരിച്ചു പോകുമല്ലോ എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ, ആ ഒരു ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ മുറുക്കപ്പെടുന്നില്ലെങ്കിൽ, പിടിക്കപ്പെടുന്നില്ലെങ്കിൽ, മരണം എന്നത് നമ്മളെ പാപം ചെയ്യിപ്പിക്കാനുള്ള പിശാചിന്റെ ആയുധമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് വെൻ യു കം ടു ദ ലോർഡ്, ഡെത്ത് ബിക്കംസ് എ സാങ്ക്ടിഫൈയിങ് എക്സ്പീരിയൻസ്. മരണം വിശുദ്ധമാകുന്നത് കർത്താവിലേക്ക് വരുമ്പോഴാണ്. ഫിസിക്കൽ ഡെത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. എന്നാൽ കർത്താവിലേക്ക് വരാത്ത ഒരാളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത്, ആ മരണം, മുൻപിൽ കാണുന്ന മരണം എന്ന് പറയുന്നത് ഒരേ സമയത്ത് അവനെ ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ആ ഭയം അവനെ നയിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങളിലേക്കാണ്. കാരണം നാളെ എന്തായാലും ചത്തുപോകും, ചാകുന്നതിന് മുമ്പ് കുറച്ച് എൻജോയ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗം, ഈ അവിശ്വാസികളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം എൻജോയ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നതിന്റെ കാരണം ഈ അൺസർട്ടനിറ്റിയാണ്. പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ള പേടി കാരണം. ഞാൻ ഒരിക്കലും പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ഞാൻ വിശ്വാസി വന്ന ശേഷം
സുവിശേഷ വേലക്കാരനായിരിക്കുന്ന സമയത്ത് 2010 ഞാനൊരു ബൈക്കിന് വേണ്ടി ഓർഡർ ചെയ്തു, ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി ആന്ധ്രയിൽ വെച്ച്. അപ്പൊ ബൈക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എൻ്റെ മനസ്സിലെ ചിന്തിക്കുക, അതിനുമുമ്പ് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ബൈക്കിലൊന്ന് കയറാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത, ആ ബൈക്ക് അങ്ങ് കിട്ടി മതിയായിരുന്നു എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു ഒരു നിമിഷം. അപ്പൊ എനിക്ക് മനസ്സിലായത്, നമുക്ക് ഈ ലോകം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകുമോ, പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുമോ നമ്മുടെ എൻജോയ്മെന്റ് എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എൻജോയ്മെന്റ് കൂട്ടാനും അത് എത്രയും അടുത്തടുത്ത് കൊണ്ടുവരാനും ഉള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തും. അത് ജഡത്തിന്റെ ഒരു മെക്കാനിസമാണ്. അതാണ് ഈ മരണം എന്ന് പറയുന്ന ഭയം നമ്മളെ പാപത്തിൽ കുരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മരണം എന്നൊരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലും അത് അപകടകരമാണ്. ഒന്നത് പാപത്തിന്റെ അടിമത്വത്തിലേക്കാണ് നമ്മളെ കൊണ്ട് ചെല്ലുന്നത്. അതുപോലെ തന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും അതേ ഒരു ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഒരിക്കലും മരണം ആസ്വദിക്കുകയില്ല എന്നാണ്. മരണം കാണുകയില്ല, മരണം ആസ്വദിക്കുകയില്ല. വിൽ നോട്ട് ടേസ്റ്റ് ഡെത്ത്, വിൽ നോട്ട് സീ ഡെത്ത്. മരണം കാണുകയില്ല, മരണം ആസ്വദിക്കുകയില്ല. അപ്പൊ എന്താണ് മരണം എന്ന് പറയുന്നത്? ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മരണം എന്ന വാക്ക്, ജീവൻ എന്ന വാക്ക് വേദപുസ്തകം നിർവചിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത് പോലെ അല്ല. there is a big difference. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മരണം വേദപുസ്തക സംബന്ധമായ മരണം എന്ന് പറയുന്നത് ആത്മാവ് ഫങ്ഷൻ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആത്മാവ് ഫങ്ഷൻ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വേദപുസ്തക സംബന്ധമായിട്ട് പറയുമ്പോൾ മരണം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയോടും നമ്മൾ സ്പന്ദിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അരുളപ്പാടിനോട് നമുക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അത് കേൾക്കാൻ പറ്റാതെ പോകുന്നു. നമ്മൾ നമ്മളിൽ തന്നെ വ്യാപൃതരായിരിക്കുന്നു. ആ ഒരു അവസ്ഥ മരണത്തിന് തുല്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും മരണമാണ് നമ്മളെ നയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട്ടിൽ ജനിച്ചവരെ പോലും ആ ജീവനല്ല വാഴുന്നത്. ജഡത്തിൽ നോക്കുമ്പം ജഡത്തിൽ വാഴുന്നത് ജീവനല്ലാത്തൊരവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. എന്താണ് മരണം? വാഴുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ സ്വാഭാവികമായി ജീവിച്ചു പോകുമ്പോൾ കർത്താവിന്റെ ഒരു ശബ്ദം നമ്മൾ ഇതിനിടയിൽ കേൾക്കാതെ പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. മരണാവസ്ഥ, ഡെഡ് സ്റ്റേജ് ആണ്. നമ്മുടെ ആത്മാവിന്റെ ഒരു സംഭാഷണം നമ്മൾ കേൾക്കുന്നില്ല. കർത്താവ് പറയാണ്, വിശ്വസിക്കുന്നവരാരും മരണം ആസ്വദിക്കുകയില്ല. ആ ഒരു ലൈഫ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഒരു ഡെയിലി എക്സ്പീരിയൻസിലേക്ക് നമ്മൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്രിസ്തു ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്ന ഡെത്ത് ഉണ്ട്. ദൈവത്തെ അറിയാത്ത ഒരവസ്ഥ. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവം ആരാണ് എന്ന് അറിയാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ട്. അവൻ എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. അതെല്ലാം മരണത്തിന്റെ പല ഭാഗങ്ങളാണ്. ഓക്കെ, മരണത്തിന്റെ പല അവസ്ഥകളാണ്. ഏതൻ തോട്ടത്തിൽ ചാദോഹോവ്യ മരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ദൈവം പറയുന്നതിനോട് സെൻസിറ്റീവ് അല്ല. അതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ മരണത്തിൽ ജീവിക്കാനല്ല, ജീവൻ വാഴാൻ വേണ്ടിയാണ്. അവൻ നമ്മളിൽ വാഴാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ മരണം കാണുകയില്ല. വേറൊരു ഭാഷ പറഞ്ഞാൽ മരണം എൻജോയ് ചെയ്യില്ല, മരണം ടേസ്റ്റ് ചെയ്യില്ല. യു വിൽ ബി ലിവിങ് ഫോർ എവർ. നിങ്ങൾ എന്നും എന്നും ജീവിക്കും. കർത്താവ് പറയുന്നതിനകത്തെല്ലാം ആ നിത്യതയുടെ ഒരു ധ്വനിയുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ഇപ്പോൾ തന്നെ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓൾറെഡി പാസ്ഡ് ഫ്രം ഡെത്ത് ഇൻ ടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പം നമ്മളത് വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്താ വിശ്വസിക്കുന്നത്? ഞാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ഇല്ലാത്ത അനേകം മോമെന്റുകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മോമെന്റുകളിൽ നിന്ന് ഞാൻ ക്രിസ്തു രാജാവായിരിക്കുന്ന ഒരു മോമെന്റിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എവറി മോമെന്റ് ദാറ്റ് ഹാപ്പൻസ് ആൻഡ് ഹിസ് കിങ്ഡം റെയിൻസ് ഓവർ മീ. അവന്റെ രാജ്യം, അവന്റെ രാജത്വം എൻ്റെ മേൽ വാഴുന്നു. അവൻ രാജാവായി അധികാരിയായി എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ജീവൻ വാഴുന്നത്. വെൻ ദ ലോർഡ് ഈസ് ഇൻ അവർ ഹാർട്ട് ആസ് കിങ് ആൻഡ് ഡിസിഷൻ മേക്കർ. ഞാൻ ഈ ഒരു ദൈവത്തിന്റെ രാജത്വം എനിക്ക് മനസ്സിലായത് ഞാൻ വിശ്വാസി വന്ന സമയത്ത് തന്നെ എന്നോട് സുവിശേഷം പറഞ്ഞ ആള് തന്നെ ഈ കർത്താവിന്റെ രാജത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്.
I understood about the kingdom, the kingship and lordship of the Lord the day I was born again. അപ്പൊ അന്ന് അവര് എന്നോട് പറഞ്ഞത്, എന്നെ സുവിശേഷം പറഞ്ഞ ആൾ പറഞ്ഞത്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ഹി വിൽ ബി ദ ലോർഡ്, കാരണം തീരുമാനമെടുക്കുന്ന രാജാവ് അവനായിരിക്കും എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഞാനത് വലിയ കാര്യമായി ആ സമയത്ത് എടുത്തില്ല. പക്ഷെ ഞാൻ ഹോസ്റ്റലിൽ വന്ന് ആലോചിച്ചു, കർത്താവ് എന്റെ ഡിസിഷൻ മേക്കറായി മാറിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം ആകെ മാറിപ്പോകും, ഇല്ലാതായി പോകും. ഐ വിൽ ലൂസ് മൈ ലൈഫ്. എന്റെ ജീവൻ ഞാൻ നഷ്ടപ്പെടുത്തും വേറൊന്നും നേടാൻ വേണ്ടി എന്റേത് ഞാൻ നഷ്ടപ്പെടുത്തും. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ വഴി ഇത് കാണിക്കാം. ക്യാമ്പസ് ക്രൂസൈഡുകാരൊക്കെ സാധാരണ ഇല്ലസ്ട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ, ഈ ഒരു ലോർഡ്ഷിപ്പ് ഓഫ് ദ ലോർഡ് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ ജീവനിലേക്ക് കടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഐ ഷാൽ ഷോ യു ആൻ ഇല്ലസ്ട്രേഷൻ. ഓക്കെ, ഞാനിവിടെ 3 ചിത്രങ്ങൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ചിത്രം നമ്പർ 1, നമ്പർ 2, നമ്പർ 3. 3 ചിത്രങ്ങൾ. ലോർഡ്ഷിപ്പ് എന്താന്ന് പറയാൻ വേണ്ടിയാണ് ഈ 3 ചിത്രങ്ങൾ ഞാൻ വരച്ചത്. അതിൽ ആദ്യത്തെ ചിത്രത്തിൽ ഒരു ചെയർ, രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ചെയർ, മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ചെയർ. ഇത് കത്തോലിക്കരുടെ തിരുവോസ്തിയിലെ IHSന്റെ H അല്ല കേട്ടോ, ദിസ് ഇസ് എ ചെയർ. അങ്ങനെ സങ്കല്പിച്ചോളെ. അദ്ദേഹം എനിക്ക് വരച്ചു തന്ന 2 പിക്ചർ, ഒരു പിക്ചർ ഇങ്ങനെയായിരുന്നു. ഇതിന്റെ നടുവിൽ ഒരു ക്രോസ് റെപ്രസെന്റിങ് ക്രൈസ്റ്റ് ആസ് ദ സെന്റർ ഓഫ് അവർ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ കർത്താവിന്റെ കാൽക്കൽ ആസ് എ സ്ലേവ്, ഒബീഡിയന്റ് സ്ലേവ്, സെർവന്റ്. ഇതായിരുന്നു പിക്ചർ നമ്പർ 1. അദ്ദേഹം വരച്ച രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. യെസ്, സെൽഫ്, ഞാൻ കസേരയില്, ക്രൈസ്റ്റ് ഔട്ട്സൈഡ്, ക്രിസ്തു വെളിയിൽ. ഞാൻ രണ്ടാമത്തെ പിക്ചർ. ആ സമയം സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ കർത്താവിൽ വിശ്വസിച്ച് വരുന്നേ ഉള്ളൂ. ഓർത്തഡോക്സുകാരനായിട്ട് ജനിച്ചത്. പക്ഷെ ഞാൻ ആ സമയത്ത് CSI പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രിസ്തു വെളി. ഈ 2 പിക്ചർ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ ഹൃദയം, ജീവൻ? ഞാൻ പറഞ്ഞു, ഇത് രണ്ടുമല്ല, ഇതാണ് എൻ്റെ ജീവൻ. ഞാൻ തന്നെയാണ് ഡിസിഷൻ മേക്കർ, പക്ഷെ കർത്താവ് വെളിയിലല്ല, കർത്താവ് അകത്തുണ്ട്. ഇത് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. കാരണം ഐ ലവ് ജീസസ്, ബട്ട് ഹീസ് നോട്ട് മൈ ഡിസിഷൻ മേക്കർ, ഹീസ് നോട്ട് ഓൺ ദ ത്രോൺ. ഐ ഡിസൈഡ് എവറിത്തിങ്. അപ്പൊ ജീവൻ ആരുടെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇറ്റ്സ് മൈ ലൈഫ്. ഇവിടെ ഇത് എൻ്റെ ലൈഫാണ്, ഇവിടെയും ഇത് എൻ്റെ ലൈഫാണ്. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, കർത്താവെ നീ ഒന്ന് ഇടപെടണേ, എൻ്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറയുന്നുണ്ട്. അതുണ്ട്, അവിടെ ക്രിസ്തു ഉണ്ട്, ഇല്ലാതിരിക്കുന്നില്ല. ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന അതാണ്. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൽ സ്വീകരിച്ചു, പക്ഷെ രാജത്വം നൽകുന്നില്ല. അതായത് രാജത്വം ഏറ്റു പറയുന്നില്ല. വി ആർ നോട്ട് കൺഫസിങ് ഹിം ടു ബി ദ ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതം ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ പ്രതീക്ഷ, ഐ ആം ദ കിങ്, ഐ ഡിസൈഡ് വാട്ട് ഐ ഷാൽ ഡു. ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിക്കും. കർത്താവ് തക്ക സമയത്ത് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നല്ല കാര്യം കർത്താവ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ റിലീജിയൻ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ശീതവാൻ എന്ന് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെളിപ്പാട് പുസ്തകത്തിൽ കണ്ട പോലെ ഞാൻ ഇതിനെ ശീതവാൻ എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയെ ശീതാവസ്ഥ. ഇതായിരിക്കാം ഒരു പക്ഷെ ഉഷ്ണാവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ വഴുതി പോകുന്നതിനെയാണ് ശീതോഷ്ണാവസ്ഥ എന്ന് പറയുന്നത്. ഈ ചായൊന്നും ശരിയാവുന്നില്ല, എന്നാലും മനസ്സിലായല്ലോ. അപ്പോൾ ശരിക്കും കർത്താവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവൻ ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് ഇന്നത്തെ വിശ്വാസികൾക്ക്. ലൂക്കോയും ക്രിസ്ത്യാനിറ്റിയും വളർന്നു വരുമ്പം പല സ്ഥലത്തും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇന്നത്തെ സഭകളിൽ സ്പ്രെഡ് ആകുന്നത് ഈ മൂന്നാമത്തെ സിറ്റുവേഷനാണ്. അപ്പൊ ഞാൻ അന്ന് ഈ ശീതോഷ്ണാവസ്ഥ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ലൈഫ് ഏതാണ്ട് ഇങ്ങനെയാണ്. ഐ അക്നോളജ് ക്രൈസ്റ്റ് ബട്ട് ഐ ഡോണ്ട് ലിവ് ഹിസ് ലൈഫ്. ഐ അക്നോളജ് ക്രൈസ്റ്റ് ബട്ട് ഹീസ് നോട്ട് മൈ ലോർഡ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു,
ചേച്ചി, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ. കാരണം സകലത്തിന്റെ ഉടയവനും സകലത്തെ സൃഷ്ടിച്ചവനുമായ കർത്താവ് നിന്റെ ഹൃദയത്തിലുണ്ട്, പക്ഷെ നീയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പറയുന്നത് ഇറ്റ്സ് ആൻ ഒഫൻസ് ആൻഡ് അബോമിനേഷൻ ടു ഗോഡ്. അത് തന്നെയാണ് ശരിക്കും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുന്നത്. ഇരിക്കേണ്ട സ്ഥലത്ത് രാജാവിനെ ഇരുത്താത്ത അവസ്ഥയാണ്. ഇത് എനിക്ക് ഭയങ്കരമായ വേദന ഉണ്ടാക്കി. കാരണം തിങ്കിങ് അബൌട്ട് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, കർത്താവേ, നീ എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലേക്ക് ഇരുന്നാൽ ഐ വിൽ ലൂസ് ദ ലൈഫ് ദാറ്റ് ഐ എം ലിവിങ്. ഞാൻ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. എനിക്കത് പിന്നെ ജീവിക്കാൻ പറ്റില്ല. ഐ കാനോട്ട് ഡിസൈഡ് whom to marry, where to go, what to do, what job to do, which course to pursue. അങ്ങനെ ലൈഫ് മുഴുവൻ പോകും. എന്റെ ജീവിതത്തിൽ ഞാൻ കരുതി വെക്കുന്ന, ആഗ്രഹിക്കുന്ന, എന്റെ പിതാവ് ആഗ്രഹിക്കുന്ന, എന്റെ കുടുംബം ആഗ്രഹിക്കുന്നതുമായ ഞാൻ സെന്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു ലൈഫ് മുഴുവൻ പോകും. അതൊരു വലിയ ഡിസിഷൻ അവിടെ ആ സമയത്ത് കർത്താവ് എന്നെ കൊണ്ട് എടുപ്പിക്കണം. ഐ നോ ദാറ്റ് വാസ് എ മോമെന്റ്. അപ്പൊ ഇനി എന്റെ ഉള്ളില് കർത്താവിനോട് ഇങ്ങനെ പറ, കർത്താവെ, ഞാൻ എപ്പോഴും ക്രോൾ ചെയ്ത് പിന്നെയും പിന്നെയും ഈ സിംഹാസനത്തിലേക്ക് വന്നിരിക്കുന്ന സ്വഭാവമുള്ള ഒരുത്തനാണ് നാച്ചുറലി. പക്ഷെ കർത്താവെ, അതൊരിക്കലും സംഭവിക്കരുത്. ഐ നീഡ് ടു ബി ക്രൂസിഫൈഡ് ആൻഡ് യു ഷാൽ ബി ദ ലോർഡ്. യു ഡിസൈഡ് എന്താണ് നീ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ജീവൻ അല്ല ജീവിക്കുന്നത്, ഞാൻ കർത്താവിന്റെ ജീവനിലേക്ക് മാറുകയാണ്. എന്റെ ലൈഫ് ബൈ ഫെയ്ത്ത് ഐ എക്സ്റ്റോൾ ഹിം, ലിഫ്റ്റ് ഹിം ആസ് കിങ്. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും അങ്ങനെ കർത്താവ് രാജത്വം അനുഭവിക്കുമ്പോൾ, കർത്താവിന്റെ രാജത്വം വരുമ്പോൾ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്റെ ജീവനെ അന്വേഷിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും, അതിനെ വിട്ടുകളയുന്നവൻ അതിനെ കണ്ടെത്തും എന്ന് പറയുന്ന പോലെ ദ ഓൺലി ലൈഫ് വർത്ത് ലിവിങ് ഈസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജീവൻ അല്ലാതെ വേറൊരു ജീവിതവും ജീവിക്കാൻ യോഗ്യമല്ല. ബാക്കിയുള്ള എല്ലാ ജീവിതവും മരണാവസ്ഥയാണ്. ക്രിസ്തു ആണ് ജീവൻ. We are alive when the Lord is in us by faith. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ജീവന്റെ അനുഭവം ഉള്ളത്. ഇതാണ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം. When I believe in Christ, when the belief is genuine, ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുകയും വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമായിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, എനിക്ക് പകരം ക്രിസ്തു വാഴുന്നു, അവന്റെ ലൈഫ് എനിക്ക് അവൈലബിൾ ആകുന്നു. ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നു. ദാറ്റ്സ് ആക്ച്വലി ലോർഡ്ഷിപ്പ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് ലോർഡ്ഷിപ്പ് സാൽവേഷൻ ആണ്, അതൊരു ഹെറസിയാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ? അത് പൊതുവെ ബ്രദറുകാരാണ് അത് പറയുന്നത്. ഈ ലോർഡ്ഷിപ്പ് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ കർത്താവ് രക്ഷകനായ കർത്താവ് വരുന്നത് കൊണ്ടല്ല, അല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുന്നതുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. Actually, the lordship of the Lord is not the reason for our salvation, it's the effect of salvation. രക്ഷപ്പെടുന്നതിന്റെ അടയാളമാണ് കർത്താവ് നമ്മുടെ രാജാവായി വരുന്നത്. അല്ലാതെ കർത്താവ് രാജാവായി വരുന്നത് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, സാൽവേഷന്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാകുന്നത് അവന്റെ ജീവനാലാണ്. നമുക്കറിയാം, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ കർത്താവിന്റെ മക്കളായി മാറുന്നത്, നമ്മൾ ശരിക്കും അവന്റെ അംഗീകാരം നേടുന്നത് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടോ കർത്താവ് നമ്മുടെ ലോർഡ്ഷിപ്പ് ഏറ്റെടുക്കാൻ നമ്മൾ നിർബന്ധിച്ച് അങ്ങനൊന്നുമല്ല. ദാറ്റ് ഹാപ്പൻസ് വൈൽ വി വെർ യെറ്റ് എനിമീസ്. അങ്ങനെ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പുത്രത്വം എന്ന അവകാശം ലഭിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഒരു പങ്കുമില്ല. നോ കണ്ടീഷൻസ്, ഒരു കണ്ടീഷനില്ല. കൃപയാൽ ഉള്ള വീണ്ടെടുപ്പാണ്. അവിടെയാണ് നമ്മൾ ഇടപെടുമ്പോൾ ഹെററ്റിക്കലാകുന്നത്. എന്നാൽ നമ്മൾ ശരിക്കും വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ലൂസ് മൈ ലൈഫ് ആൻഡ് ഐ സ്റ്റാർട്ട് ലിവിങ് ഹിസ് ലൈഫ് ബൈ ഫെയ്ത്ത് എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം അവിടെ ചെയ്യുന്നത്, എനിക്ക് പകരം ക്രിസ്തുവിന്റെ ജീവൻ വാഴുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ എന്നെ നിർബന്ധിക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. When you start believing in the Lord, it's no longer you who lives. നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവനാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല. മൈ ലൈഫ് ഈസ് ഡെത്ത്. അപ്പൊ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മരണത്തിന്റെ തത്വത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും. ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ്, ഐ ഡോണ്ട് ഹാവ് ടു ഡൈ എനി ലോങ്ങർ. മരണം കാണുകയില്ല, മരണം ആസ്വദിക്കുകയില്ല. ദാറ്റ് മീൻസ് ഞാൻ ഒരിക്കലും മരണം എന്ന തത്വത്തിന്റെ കീഴിലായിരിക്കില്ല, ഞാൻ കർത്താവിന്റെ തത്വത്തിന്റെ കീഴിലായിരിക്കും. ആ ഒരു കൃപാ മഹത്വമാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും എന്നെ നടത്തുന്നതും. ഓക്കെ, അപ്പോൾ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തി ക്രിസ്തുവിന്റെ ജീവനിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ലോർഡ്ഷിപ്പിലൂടെയാണ്, കർത്തൃത്വത്തിലൂടെയാണ്, അവൻ വാഴുന്നതിലൂടെയാണ്, അവൻ നമ്മുടെ മേൽ അധികാരിയായി ഇരിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്.
ഓക്കെ, അപ്പോൾ കർത്താവിന്റെ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് പറഞ്ഞാൽ ഒരിക്കലും മരണം ആസ്വദിക്കുക. ദേ വുഡ് നെവർ ഡൈ. അവർ ഒരിക്കലും മരിക്കുകയില്ല, മരണം ആസ്വദിക്കുകയില്ല, മരണം കാണുകയില്ല എന്ന് കർത്താവിന്റെ വചനം ഇവിടെ നമ്മളോട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് എപ്പോഴും കർത്താവ് പറയുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആത്മാവിലല്ലാതെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് എപ്പോഴും ഇതൊരു കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. കർത്താവ് എപ്പോൾ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴും അവർ ഈ മരണം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ദേ വുഡ് നോട്ട് ഫിസിക്കലി ഡൈ എന്നാണ്. നമ്മളെല്ലാം ഫിസിക്കലി മരിക്കുമല്ലോ, തീർച്ചയായിട്ടും മരിക്കും. കർത്താവ് വരുന്ന സമയത്ത് ജീവനോട് ഇരിക്കുന്നവർ മാത്രമേ മരിക്കാതിരിക്കുകയുള്ളൂ. എങ്കിൽ പോലും അവർ അവരുടെ ഈ ശരീരത്തിലല്ല പുനരുത്ഥാനം ചെയ്യുന്നത്. ദേ വിൽ ഗെറ്റ് എ ഗ്ലോറിഫൈഡ് ബോഡി. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മൺമയമായ ശരീരത്തിന്റെ ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് ഇല്ലെന്ന് കർത്താവ് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ശിഷ്യന്മാർ മരണം എന്ന വാക്കിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചാണ്. പിശാച് അന്ന് ആദമിനോട് ഹവ്വയോട് അങ്ങനെയാണല്ലോ പറഞ്ഞു കൊടുത്തത്. എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ ഡെത്ത് ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറഞ്ഞു, പിശാച് പറഞ്ഞത്. അല്ലാതെ സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ച് പിശാച് മിണ്ടുന്നില്ല. സാത്താൻ ആ ഒരു കാര്യത്തെ കുറിച്ച് മിണ്ടുന്നില്ല. സാത്താനോട് പറയുന്നത് നിനക്ക് ഫിസിക്കൽ ഡെത്ത് ഉണ്ടാവില്ല, അതാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഡെത്ത് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്ന ഫിസിക്കൽ റിമൂവലാണ്, ശരീരത്തിന്റെ നഷ്ടമാണ്, ശരീരം എന്താ പറയുന്നത് ക്ഷയിച്ചു പോകുന്നതിനെ കുറിച്ചാണ്, ശരീരം സെപ്പറേറ്റ് ആയി പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ മരണം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവ് ആദമിനോട് ഹവ്വയോടും പറഞ്ഞത് നീ പഴം തിന്നാൽ ആ നാളിൽ, ആ ദിവസം, ദാറ്റ്സ് വെരി ഡേ യു വിൽ ഡൈ, നീ മരിക്കും, ആ ദിവസം തന്നെ നീ മരിക്കും എന്നാ പറഞ്ഞു. അപ്പൊ കർത്താവ് മരണം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അറിയുന്നത് ജീവനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഏകസത്യദൈവമായി നിന്നെ നീ അയച്ചവനായ യേശുക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ ആ അറിവ് ആത്മാവിലാണ് നടക്കുന്നത്. ക്രിസ്തുവിനെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് ശരിക്കും ജീവൻ. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് ജീവൻ ഉള്ളവരെന്ന് പറയണമെങ്കിൽ വി നീഡ് ടു നോ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നമ്മൾ അറിയണം, അവൻ നമ്മുടെ ജീവനായിട്ട് മാറണം. ദാറ്റ്സ് ദ റിയൽ ലൈഫ്. അത് മാത്രമേ ജീവൻ എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഈ യഹൂദന്മാര് കർത്താവിനോട് ചോദിക്കുന്നത് ഓക്കെ 52-ാം വാക്യം, യഹൂദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്നിപ്പോ ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം എബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുകയില്ലെന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നത് ചോദിച്ചതിന് യേശു. അപ്പം ശരിക്കും കർത്താവിനോട് ഇവർ ചോദിക്കുന്നത് നീ ആരാന്ന് പറയാനാണ്. ഇത് കർത്താവിന്റെ വായിൽ നിന്ന് ഒരിക്കൽ കേട്ടതാണ്, പക്ഷെ അവർക്കത് മതിയാവുന്നില്ല. എന്തുകൊണ്ട് കേൾക്കുന്ന മതിയാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് കുറ്റം ആരോപിക്കാൻ വേണ്ടിയാണ് അവരോട് ഉള്ളത്. നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ കുറ്റം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ആ കുറ്റം വളരെ ഗൗരവമുള്ളൊരു കുറ്റമാണെങ്കിൽ അതിനെക്കുറിച്ച് 2-3 പ്രാവശ്യം കേൾക്കുന്ന എനിക്ക് സന്തോഷമാണ്. അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, കുറ്റമാണ്, കുറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അത് 2-3 പ്രാവശ്യം കേൾക്കുന്നതിന് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. ഓക്കെ, അത് ഈ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ യേശുവിനെ കുറ്റം ചുമത്താൻ വേണ്ടിയാണ് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരണേ എന്ന് പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ ഒരു കാത്തിരിപ്പുണ്ട്. തക്കതായ എന്തെങ്കിലും ഒരു സാധനം കർത്താവിന്റെ വായിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ഇവനെ പിടിക്കാൻ പറ്റുള്ളൂ. വളരെ വളരെ ആഗ്രഹമുണ്ട് അവർക്ക് കർത്താവ് എന്തെങ്കിലും ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം പറയണം, കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. കാരണം അതാണ് അവരുടെ ഹൃദയം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവര് ചോദിച്ചത് എബ്രഹാമിനേക്കാൾ നീ വലിയവനാണെന്നാണോ പറയുന്നത്? നീ ശരിക്കും ആരാണെന്നാണ് നിന്റെ അഭിപ്രായം? ഇത് നല്ല ചോദ്യം അല്ലേ? അപ്പൊ കർത്താവോട് നിന്നെ തന്നെ നീ ആരാന്ന് പറഞ്ഞു. നീ ആരാണ്? നീ പറ, നിന്റെ ഒരു എസ്റ്റിമേറ്റ് എന്താണ്? നീ ഏത് തരത്തിലുള്ള ആളാണ്? ആരാണ് നീ? അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ മഹത്വത്തിന്റെ വിഷയമാണ്. ഹു ഈസ് ക്രൈസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്ലോറിയസ് ട്രൂത്ത്. അവൻ ദൈവപുത്രനാണ്, സകലത്തെ സൃഷ്ടിച്ചവനാണ്. ദാറ്റ്സ് എ ഗ്ലോറിയസ് ട്രൂത്ത്. അത് മഹത്വകരമായ ഒരു കാര്യമാണ്. അത് ഞാൻ ചെയ്യേണ്ടതല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ അത് ഒരു മഹത്വമാണ്. ആ മഹത്വം ഞാൻ വെളിപ്പെടുത്തേണ്ടതല്ല. ഞാനല്ല ആ മഹത്വം നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്. അത് എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തേണ്ടത്.
കാരണം പിതാവ് തന്നെ തെളിയിക്കണം ഞാൻ ആരാണ്. യു ഷുഡ് ഗെറ്റ് ഹിസ് റെവലേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഹു ഐ ആം. അപ്പൊ കർത്താവ് ഒരിക്കലും സ്വയം പുകഴുന്നില്ല, സ്വയം മഹത്വപ്പെടുത്തുന്നില്ല. എന്നാൽ കർത്താവ്, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പല സമയത്തും കർത്താവ് പുകഴ്ചയ്ക്കായി അവൻ സ്വന്തമായ ശക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനല്ലാതെ ആരും ഇല്ല, അങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങൾ കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും സ്വയമേ ദൈവപുത്രൻ എന്ന് പോലും, ഞാൻ ദൈവപുത്രനാണ് എന്ന ഒരു വാക്ക്, അല്ലെ ഞാൻ ദൈവമാണ് എന്നൊരു വാക്ക് പോലും പറയുന്നില്ല, അല്ലെ? അപ്പൊ പലരും യേശുക്രിസ്തു ദൈവമാണോ എന്ന് ചോദിക്കാനുള്ള ഒരു റീസൺ അതായിരുന്നു. യേശുക്രിസ്തു എന്താണ് ഞാൻ ദൈവപുത്രനാണെന്ന് പറയാത്തത്? യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഞാൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവൻ എപ്പോഴും മനുഷ്യപുത്രൻ അല്ലേ തന്നെത്താൻ വിളിച്ചത് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു തൃത്വത്തെ കുറിച്ചുള്ള സംശയമായിട്ടാണ് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള സംശയമായിട്ടാണ് ആ സാധാരണ ഗതിയിൽ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ അതിന്റെ ഒരു ഉത്തരം നമുക്ക് കാണാം. ആ ഉത്തരം ഇതാണ്. കർത്താവ് പറയാണ്, നീ ആരാന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അത് വെളിപ്പെടുത്താൻ മടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവ് പറയുന്നത്, ഞാൻ അത് പറയുന്നില്ല, അത് പറഞ്ഞാൽ അതൊരു വലിയ മഹത്വത്തിന്റെ കാരണമാണ്, അത് ഞാനല്ല അത് ചെയ്യേണ്ടത്, ഞാൻ ആരാണെന്ന് എന്റെ പിതാവ് പറയട്ടെ എന്നുള്ളതായിരുന്നു. ദാറ്റ്സ് വൈ ഹി നെവർ കോൾഡ് ഹിംസെൽഫ് ദി സൺ ഓഫ് ഗോഡ്. സ്പെസിഫിക്കലി എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ വളരെയധികം പ്രാവശ്യമൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. എന്റെ പിതാവ് എന്ന് പറയുന്നേ ഉള്ളൂ. മിക്കവാറും ഭാഗങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഡിഡ് നോട്ട് വാണ്ട് ടു റിവീൽ ഹിംസെൽഫ്. അത് ദൈവം തന്നെ, പിതാവ് തന്നെ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. പിതാവ് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് പത്രോസിന്റെ കർത്താവ് പറയുന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. സോ അറ്റസ്റ്റേഷൻ ഹാസ് ടു കം ഫ്രം ദ ഫാദർ. എന്താണ് ശരിക്കും പത്രോസ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ദാറ്റ് വാസ് ദ റെവലേഷൻ. മനുഷ്യപുത്രൻ എന്നുള്ളതായിരുന്നില്ല റെവലേഷൻ, ദൈവപുത്രൻ എന്നുള്ളതായിരുന്നു റെവലേഷൻ. വെളിപ്പാട് അതായിരുന്നു. അപ്പൊ പത്രോസ് ഇത് പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? എന്റെ പിതാവാണ്, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഞാൻ നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത്. സോ പുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് പുത്രനായിരുന്നില്ല, പുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് അവരാരുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായി, ശിഷ്യന്മാർക്ക് മനസ്സിലായി. ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ്, നീ ആരോടും ഇത് പറയരുത്, കാരണം ഇറ്റ്സ് ദ ഫാദേഴ്സ് വർക്ക്. ഗ്ലോറിഫൈങ് ദ സൺ വാസ് ഫാദേഴ്സ് വർക്ക്. അത് കർത്താവ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, പിതാവേ എന്നെ നീ മഹത്വപ്പെടുത്തണമേ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇനിയും ഞാൻ മഹത്വപ്പെടുത്തും, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പിതാവ് പറയുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. സോ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള അഫർമേഷൻസ് എല്ലാം, ക്ലെയിംസ് എല്ലാം കർത്താവ് ഉപേക്ഷിക്കുക സ്വയം. എന്നിട്ട് പറയാണ്, പിതാവ് അത് തെളിയിച്ചോളും. ഞാൻ എന്നെ തന്നെ വിൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ആരാണ് എന്നുള്ള മഹത്വകരമായ കാര്യം ഞാൻ പറയുന്നില്ല. ഐ ആം വൺ എമംഗ് യു, ഐ ആം സൺ ഓഫ് മാൻ. ഞാൻ മനുഷ്യന്റെ മകനാണ്, നിങ്ങളിൽ ഒരാളാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയണ്ട. യു ഡോണ്ട് നീഡ് ടു നോ ഇറ്റ്. കാരണം എന്റെ പിതാവ് വെളിപ്പെടുത്തിക്കോളും. പിതാവിനാണ് ആ വെളിപ്പെടുത്താനുള്ളത്. അപ്പൊ എന്റെ ടെസ്റ്റിമണി അല്ല നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. നിങ്ങൾ സേവിക്കുന്നു, നിങ്ങൾ അവകാശപ്പെടുന്ന അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ എന്റെ പിതാവാണ് ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയേണ്ടത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഇപ്പം അതിനകത്തൊരു ക്ലാരിറ്റി, നമുക്ക് എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയാതിരുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചു. നമ്മുടെ ലൈഫിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വി ഡോണ്ട് ഹാവ് ടു ക്ലെയിം എനിത്തിങ്. ഞാൻ അങ്ങനെയാകട്ടോ ബ്രദറെ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ്, അയ്യോ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. നമുക്ക് ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്തിനാ ചെയ്യുന്നത്? ദൈവമല്ലേ നമ്മളെ നീതീകരിക്കേണ്ടത്. നമ്മൾ നീതീകരിച്ച് ആരുടെ മുമ്പിലെ തെളിയിക്കാനാ? ഒന്നും എങ്ങും തെളിയാൻ പോകുന്നില്ല. അവർ നമ്മളെ കുറിച്ച് കളവായി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തെളിയിക്കാൻ പോയാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. തെളിയിക്കാൻ പോകാതിരുന്നാൽ കർത്താവ് തെളിയിച്ചോളൂ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് തെളിയിച്ചോളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ എനിക്ക് അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു കൊതി വരും. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു കൊതി വരും. എന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യണം. അയ്യോ അവരെന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുവാണല്ലോ, അയ്യോ അത് മോശമായി പോയല്ലോ, കഷ്ടമായി പൈസ, എങ്ങനെയാണെന്ന് ഇനി അവരൊന്ന് തിരുത്തി മനസ്സിലാക്കി കൊടുക്കുന്നേ. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട്, I told you that you would die in your sins, for unless you believe that I am he, you will die in your sins. ഞാൻ അവൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത്. ഞാൻ അവൻ തന്നെ എന്നുള്ളതിനെ കുറിച്ച്, പ്രോഫറ്റ് എന്നുള്ളതിനേക്കാളും എനിക്ക് അവിടെ കുറച്ചുകൂടെ, പ്രോഫറ്റ് എന്നുള്ള പരാമർശം അവിടെ ഉണ്ടെങ്കിൽ പോലും
സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നത് ദ എക്സ്പെക്ടഡ് മെസ്സിയ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഞാൻ തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മെസ്സിയ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നാണ് ആ വാക്യം എന്ന് ഞാൻ ചിന്തിക്കുന്നു. 54 വാക്യം പറയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. അതാണ്, എനിക്ക് അങ്ങനെ ഒരു മഹത്വം വേണ്ട. പിതാവേ നീ എന്നെ മഹത്വപ്പെടുത്തണം. കർത്താവ് ശരിക്കും പിതാവിന്റെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിക്കുമായിരുന്നല്ലേ. അവൻ സ്വയം നീതീകരിച്ചില്ല. നമുക്ക് നീതീകരിക്കാനുള്ള ഭയങ്കരമായ പ്രലോഭനമുണ്ട്. എനിക്കത് പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, കുറവൊന്നുമില്ല. എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേസിനി സ്വയം നീതീകരിക്കാനും എങ്ങനെ ഇട്ടാലും 4 കാലിൽ നിൽക്കാനുള്ള ഭയങ്കര എബിലിറ്റിയാണ്. അത് ശരിക്കും ഭയങ്കര ജഡം. അത് ദാറ്റ്സ് ആക്ച്വലി എ സ്ട്രോങ് വിൽഡ് ഫ്ലഷ്, അൺബ്രോക്കൺ ഹാർട്ട്നെസ് ആണ് സെൽഫ് വിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓസ്വാൾഡ് ചേമ്പേഴ്സിന്റെ പ്രാർത്ഥന ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തോട്ട് വന്ന കാലഘട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ലോർഡ് സേവ് മീ ഫ്രം ദ സിൻ ഓഫ് ജസ്റ്റിഫൈങ് മൈസെൽഫ്. കർത്താവ് എന്നെ തന്നെ വീണ്ടും വീണ്ടും നീതീകരിക്കുന്ന, നിന്റെ നീതീകരണത്തിനായി കാത്തിരിക്കാത്ത, നിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കാത്ത, നീ എന്നെ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാത്ത ആ ഒരു സ്വയം നീതീകരിക്കുന്ന എന്റെ ആ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഓസ്വാൾഡ് ചേമ്പേഴ്സിന്റെ ഒരു പ്രാർത്ഥന ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് വെരി ഇമ്പാക്ട്ഫുൾ ഓൺ മൈ ലൈഫ്. ഓക്കെ, അതിന് 54 വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്ന എന്റെ പിതാവാകുന്നു. അവന് നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ, അതാ ഞാൻ ഇതിനു പറഞ്ഞത്, വായിക്കാതെ ഞാൻ പറഞ്ഞത്, ഇവര് ആരെയാണോ ദൈവം എന്ന് വിളിക്കുന്നത്, ഇവരാരെയാണോ ആരാധിക്കുന്നത്, അതേ ദൈവം തന്നെയാണ് ഈ പുത്രനെ നീതീകരിക്കാൻ പോകുന്നത്. അതാണ് എന്റെ കറക്റ്റ് വഴി. ഞാൻ ദൈവപുത്രനാണ് ദൈവം പറയുന്നതിനേക്കാളും, കർത്താവ് പറയുന്നതിനേക്കാളും പിതാവ് തന്നെ അത് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പുത്രന്റെ ഇഷ്ടം. അതായിരുന്നു അവന്റെ വിൽ, അതായിരുന്നു പിതാവിന്റെയും ഇഷ്ടം. എന്നിട്ട് പലപ്പോഴും പിതാവിന്റെ ശബ്ദം കേട്ടിട്ടുള്ള കൂട്ടത്തിലുണ്ട്. പിതാവ് പ്രവചനങ്ങളിലൂടെ പറഞ്ഞ പുത്രനെ അയക്കും എന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് പഴയ നിയമം എല്ലാം ഹൃദയസ്ഥമാക്കിയ ആൾക്കാർ അതിനിടയിലുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ മഹത്വപ്പെടുന്ന എന്റെ പിതാവാകുന്നു. അങ്ങനെ അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ ബോഷ്ക്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് നമ്മൾ കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് കാണുന്നെങ്കിലും, ഇഫ് യു ലുക്ക് ഡീപ്പർ ഇൻ ടു ദീസ് വേഴ്സസ്, നമ്മളുടെ മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ ദൈവത്വവും നമുക്ക് പകരമായി അവൻ അർപ്പിക്കപ്പെടുന്ന നമ്മോടുള്ള സ്നേഹവുമാണ് ഇവിടെ എല്ലാം എവിഡന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിക്കേ, 55 വാക്യത്തിൽ പറയാണ്, ഞാൻ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ അറിയുന്നില്ല. ഈ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ടു നോ ഗോഡ്. നിങ്ങൾ ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചാലും നിങ്ങൾ ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ തിയോളജിയന്മാർ, എക്സ്പേർട്സ് ഒക്കെ ആയാലും ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെ അറിയാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം അങ്ങനെ ദൈവത്തെ അറിയാൻ പറ്റില്ല. വി കനോട്ട് നോ ദ ലോർഡ് ബൈ അവർ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ദൈവത്തെ, പിതാവിനെ എനിക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാനുള്ള കാരണം, പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും പിതാവിന്റെ ഇഷ്ടം എന്താണെന്നും എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് ആ പിതാവുമായി യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം പിതാവുമായിട്ട് കണക്ഷൻ ഇല്ലെന്ന്? പിതാവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പിതാവ് പുത്രനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു, നിങ്ങൾ കേൾക്കുമായിരുന്നു, നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. If you don't believe in the Son, what does it mean? It means you don't have any connection with the Father. ഇന്നത്തെ ഇസ്രായേൽ മക്കളെ നിങ്ങൾ നോക്കിക്കേ. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ദൈവത്തിന്റെ മക്കളാകട്ടോ, നമ്മളെ പോലെ അവർ ദൈവത്തിന്റെ മക്കളാ. അങ്ങനെയല്ല കർത്താവ് ഇവിടെ പറയുന്നത്. പുത്രനെ അംഗീകരിക്കാത്തവൻ ദൈവത്തിന്റെ മക്കളല്ല. അവര് they are not children of God at all. ആരുടെ മക്കളാന്ന് ഇവിടെ പറയുന്നുണ്ട്? എങ്കിലും നിങ്ങളെ അവൻ അറിയുന്നില്ല, ഞാൻ അവനെ അറിയുന്നു. അവൻ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ ബോഷ്ക്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. ആസ് എ ഹ്യൂമൻ ബീയിങ്
the Lord is fulfilling every commandment of the Father. പിതാവിന്റെ എല്ലാ കൽപ്പനകളെയും കർത്താവ് പൂർത്തീകരിക്കുന്നുണ്ട്. മകൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? പിതാവിന്റെ സകല കൽപ്പനകളും പൂർത്തീകരിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളുടെ പിതാവായ എബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോ ഇത് ശരിക്കും എബ്രഹാം രണ്ട് തരത്തിലാണ് ഈ വാക്യത്തെ നമ്മൾ കാണുന്നത്. വ്യാഖ്യാതാക്കൾ കാണുന്നത്, ഓക്കെ, നമ്മൾ കാണുന്നതല്ല. ഈ വ്യാഖ്യാനിക്കാൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവര് കാണുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, എബ്രഹാം അവന്റെ ജീവിതകാലത്ത് തന്നെ ക്രിസ്തുവിനെ കണ്ടിരുന്നു. ബിക്കോസ് ജീസസ് വാസ് ബിഫോർ എബ്രഹാം. ഈവൻ ബിഫോർ എബ്രഹാം ഐ ആം. ഓക്കെ, അപ്പോൾ ശരിക്കും അത് 58-ാം വാക്യത്തിലാണ് കർത്താവ് പറയുന്നത്, ഈ ബിഫോർ എബ്രഹാം വാസ് ഐ ആം. ഐ വാസ് ദേർ എന്നല്ല, ഞാൻ ആകുന്നു. ഇത് കേട്ടപ്പോൾ ഒരു കല്ലെറിയാൻ കല്ലെടുത്തു. അത് പറയുന്നുണ്ടോ അല്ലെ? അപ്പൊ അവസാനം ഈ എബ്രഹാം ശരിക്കും കർത്താവിനെ കണ്ടിരുന്നു. അന്നും എബ്രഹാമിന്റെ കാലത്തും യേശുക്രിസ്തു ഉണ്ടായിരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അവൻ അനാദിയായി ഉള്ളവനായിരുന്നു. എബ്രഹാം അവന്റെ ദിവസത്തെ കണ്ട് സന്തോഷിച്ചു. ഇതാണ് നാച്ചുറലി അവിടെ നിന്ന് വരുന്ന ഒരു വ്യാഖ്യാനം. അപ്പൊ എബ്രഹാം എങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ കണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുന്ന ദൂതന്മാര് വിസിറ്റ് ചെയ്തപ്പം അതിൽ ഒരാൾ ക്രിസ്തു ആയിരുന്നു എന്നാണ്. ഐ ഡോണ്ട് നോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ബൈബിളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ എഴുതാത്ത കാര്യങ്ങൾ പറയുന്ന പോലെ ഇരിക്കും. നമ്മൾ വളരെ സൂക്ഷിക്കണം വേദപുസ്തകം വായിക്കുമ്പോൾ. വി ഷുഡ് നോട്ട് ആട്രിബ്യൂട്ട് എനിത്തിങ് ടു ദ സ്ക്രിപ്ചർ. നമ്മൾ അങ്ങോട്ടൊന്നും ആരോപിക്കാൻ പാടില്ല. വി ആർ നോട്ട് ഷുവർ. ഈ വേറൊരു സാധ്യത പറയുന്നത്, ശാലേം രാജ്യത്തിന്റെ അധിപതിയായ മൽക്കീസേദെക്ക് യേശുക്രിസ്തു തന്നെ ആയിരുന്നു എന്നാണ്. അങ്ങനെ ഒരു സ്ട്രോങ് തിയറി വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഇതിനും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യമാണ്, എന്തായാലും യേശുക്രിസ്തുവിന് തുല്യനാണ് മൽക്കീസേദെക്ക് പല കാര്യങ്ങളിലും എന്ന് നമുക്കറിയാം. അത് എന്തൊക്കെ കാര്യങ്ങളിലാണെന്നറിയാം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചിട്ടുള്ള കാര്യം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ യേശുക്രിസ്തു മൽക്കീസേദെക്കിനെ പോലെയാണ്. ഞാനിതൊരു ഡോക്മയായിട്ട് പറയുകയല്ല, ഇതിങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതെല്ലാം ബൈബിളിലെ സൂചനകളാണ്. സൂചനകൾ മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, വി കനോട്ട് ബി സർട്ടൻ അൺലെസ് വി റീച്ച് ഹെവൻ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അർത്ഥം ചോദിക്കും, ഇതൊക്കെ ശരിക്കും എന്തായിരുന്നു, ഈ മൽക്കീസേദെക്ക് ആരായിരുന്നു? നമുക്ക് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നോക്കാം. ക്രിസ്തുവുമായിട്ടുള്ള പാരലൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന എബ്രഹാമിനെതിരേക്ക് അനുഗ്രഹിച്ചു. എബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും. കണ്ടോ, നീതിയുടെ രാജാവ്. ആരാണ് നീതിയുടെ രാജാവ്? അടുത്തത്, പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അപ്പൊ ശരിക്കും ശാലേം രാജ്യം എന്ന് പറഞ്ഞ രാജ്യമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ശാലേം എന്ന് പറഞ്ഞ രാജ്യമില്ല. ഓക്കെ, മൽക്കീസേദെക്ക് എന്ന് പറയുമ്പോൾ അവന്റെ പേരിന്റെ ആദ്യത്തെ വാക്ക് എബ്രായ ഭാഷയിൽ സൂചിപ്പിക്കുന്നത് നീതിയുടെ രാജാവെന്നാണ്. അതുപോലെ അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് സമാധാനത്തിന്റെ രാജ്യം, ശാലേം രാജ്യം എന്ന്. അങ്ങനത്തെ ഒരു രാജ്യത്തെ കുറിച്ച് നമുക്ക് കേൾക്കാൻ ഒരിടത്തുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മൽക്കീസേദെക്കാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്യമില്ല. അതുകൊണ്ട് മാത്രമാണ് പറയാത്തത്. നമ്മൾ ബൈബിളിൽ എന്ത് പറയുമ്പോഴും അങ്ങനെ ഒരു വാക്യം ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരു വാക്യം ഇല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ പ്രതിസന്ധി. നമുക്ക് അങ്ങനെ ഒരു വാക്യമില്ല, പക്ഷെ ഏതാണ്ട് അങ്ങനെ വാക്യങ്ങളുണ്ട്. അതെ നമ്മുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഉള്ളൂ. ഓക്കെ, അവന് പിതാവില്ല മാതാവില്ല. എന്തായാലും സ്വയംഭൂവായിട്ട് ദൈവം അല്ലാതെ ആരും പിതാവും മാതാവും ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ദൈവം അങ്ങനെ ഉണ്ടായതുമല്ല. ദൈവത്തിന് പിതാവും മാതാവും ഇല്ല, ഉത്ഭവം ഇല്ല. മൽക്കീസേദെക്കിന് ഉത്ഭവം ഇല്ല, പിതാവും മാതാവും ഇല്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. വാട്ട് ടു ഡു? അപ്പൊ അവന്റെ ജീവൻ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ ആരംഭിച്ചില്ല, അവന്റെ ജീവൻ ഒരു പോയിന്റിൽ അവസാനിച്ചതുമില്ല. മൈ ഗോഡ്. ഒന്നുകിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ ആരാണ് അങ്ങനെയുള്ളത്? ജീവിതം ആരംഭിക്കാത്ത വേറെ ആരാ ഉള്ളത്?
യേശു ക്രിസ്തുവിന് ഒരു പ്രത്യേക പോയിന്റിൽ ജീവിതം ആരംഭിച്ചില്ല. ഹി വാസ് ഓൾവേസ് ദേർ. അതാണ് എബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞത്. എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്ന് പാസ്റ്റ് ടെൻസിലല്ല പറയുന്നത്. എബ്രഹാമിന് മുമ്പേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല, എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്, ഞാൻ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവ് ശരിക്കും ഈ മൽക്കിസദേക്കിന്റെ ചില ഗുണങ്ങൾ വായിച്ചു നോക്കിയാൽ അത് ദൈവപുത്രനുമായിട്ട് ഒക്കുന്നുണ്ട് കൃത്യമായിട്ട്. ദൈവപുത്രനും ജീവാരംഭമില്ല, ജീവാവസാനമില്ല. ദൈവപുത്രനും പിതാവില്ല, മാതാവില്ല. പിതാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, പക്ഷെ ദൈവം ആ അർത്ഥത്തിൽ ഒരു വംശാവലി ഒരു പിതാവല്ല. അങ്ങനെയല്ല, അത് പിതാവിൽ നിന്നും പുറപ്പെട്ടു. അതൊരു സ്പിരിച്വൽ കോൺട്രഡിക്ഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവാരംഭവും ജീവാവസാനവും ഇല്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു. ഇറ്റ്സ് എൻ എറ്റേണൽ പ്രീസ്റ്റ്. അപ്പൊ എറ്റേണൽ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ഇന്നും നിലനിൽക്കുന്നു, അവൻ ഇന്നും പുരോഹിതനായിരിക്കുന്നു എന്നല്ലേ? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? അവൻ എന്നേക്കും ഒരു പുരോഹിതനാണെങ്കിൽ ഇന്നും അവനൊരു പുരോഹിതനായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ ആർക്ക് വേണ്ടിയാണ് ആ പൗരോഹിത്യം ഇന്നും നിർവഹിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇറ്റ് റിയലി കോംപ്ലിക്കേറ്റ്സ് തിങ്സ്. പക്ഷെ ഇവിടെയും നമ്മൾ ഉപദേശപരമായി ഒന്നും സ്ഥാപിക്കുന്നില്ല, സ്ഥാപിക്കാതെ അത് അങ്ങ് വിടുകയാണ്. കാരണം അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണ് എന്ന് പറയാൻ വചനം വിസമ്മതിക്കുന്നു. അപ്പോസ്തലന്മാർ അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നമ്മളും അങ്ങനെ പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് എബ്രഹാം കർത്താവിന്റെ ദിവസം കണ്ട് സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ കുഡ് ബി റെഫറിങ് ടു ദിസ് ഡേ. അപ്പൊ മൽക്കിസദേക്കിനെ അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒത്തിരി മിസ്റ്ററീസ് പഴയ നിയമത്തിലുണ്ട്. പല മിസ്റ്ററീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് മനസ്സിലാവില്ല പുതിയ നിയമത്തില്. നമ്മൾ എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ വി ഈസിലി ഫോം ഡോക്ട്രിൻസ് ഔട്ട് ഓഫ് 1 or 2 വേഴ്സസ് ഓർ 1 or 2 ഇൻസ്റ്റൻസസ്. 1 or 2 സംഭവങ്ങൾ അല്ലെങ്കിൽ 1 or 2 വാക്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല. അത് അപ്പോസ്തലന്മാർ അങ്ങനെ ഒരു ഉപദേശം സ്ഥാപിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കണം. അവർ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നോട്ട് ടു കൺജക്ചർ ടു മച്ച് ഇൻ ടു ദീസ് തിങ്സ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അബ്രഹാം യേശു ക്രിസ്തുവിന്റെ ദിവസം കണ്ടിട്ടുണ്ട്. അത് കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിന്റെ തെളിവായിട്ട് അബ്രഹാം പറയുന്നത്? ഇപ്പൊ കാണുന്നതിന്റെ തെളിവായിട്ടല്ല. ഇപ്പൊ കാണുന്നതിന്റെ തെളിവായിട്ടാണ് ഇപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അബ്രഹാം കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ അബ്രഹാമിന് മുമ്പേ യേശു ക്രിസ്തു ഉണ്ടെന്ന് അത് തെളിയിക്കുന്നില്ല. അപ്പൊ കർത്താവ് എന്ത് തെളിയിക്കാൻ വേണ്ടിയാ ശ്രമിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ സ്വർഗത്തിൽ ഇരുന്ന് അബ്രഹാം എന്നെ കാണുന്നുണ്ട്, അത് വലിയ കാര്യമാണ്. കാണുന്നുണ്ടായിരിക്കാം, കാണുന്നില്ല. അങ്ങനെ മരിച്ചവർക്ക് ആർക്കും നമ്മൾ ഇവിടെ കാണാനൊന്നും പറ്റില്ല. അവർക്ക് കണ്ണൊന്നും ഇല്ലല്ലോ. തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടിയാലേ അവർക്ക് നമ്മളെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടും. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോലും അതിനകത്ത് വലിയ കാര്യമില്ലല്ലോ, കല്ലെറിയേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് പറഞ്ഞത് എബ്രഹാം റിയലി അന്ന് അവനുള്ളപ്പോഴേ ഞാൻ ആകുന്നു എന്നാ പറഞ്ഞത്. അതാ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ക്രൈസ്റ്റ് വാസ് ദേർ വെൻ എബ്രഹാം വാസ് ദേർ. അല്ലാതെ ഇന്ന് കർത്താവിനെ എബ്രഹാം കണ്ട് സന്തോഷിച്ചു എന്നല്ല. ഇൻ ഹിസ് ലൈഫ് ടൈം ഇറ്റ്സെൽഫ് എബ്രഹാം സോ ദ ലോർഡ് ആൻഡ് റിജോയ്സ്ഡ് ഓവർ ഹിം. അങ്ങനെ മാത്രമേ ഈ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇന്ന് എബ്രഹാം കണ്ട് സന്തോഷിക്കുന്നല്ല. നോട്ട് അറ്റ് ഓൾ. കാരണം അതിന് വലിയ കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞത് അന്ന് എബ്രഹാം എന്റെ ദിവസം കാണാൻ ആഗ്രഹിക്കുകയും എന്നെ കാണണമെന്ന് ഉത്കണ്ഠയോടെ ആഗ്രഹിക്കുകയും അങ്ങനെ കണ്ട് സന്തോഷിക്കുകയും ചെയ്തെന്നാണ്. ദാറ്റ്സ് റിയലി സർപ്രൈസിങ്. ശരിക്കും കർത്താവ് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ വാക്യങ്ങളാണ്. ആക്ച്വലി നമുക്ക് ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ലോർഡ് ഗോഡ് ഹു ക്രിയേറ്റഡ് എവരിതിങ് ഹാസ് കം ഇൻടു അവർ ഹാർട്ട്സ് വേർ വി വർ ജസ്റ്റ് എനിമീസ് വെൻ ദാറ്റ് ഹാപ്പൻഡ്. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു എന്നും അവൻ നമ്മുടെ കർത്താവായിരുന്നു, അവന്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്നു എന്നും ഇത് നമ്മൾ ജീവിക്കുന്ന ഈ വിലയേറിയ ജീവൻ കർത്താവിന്റെ ജീവനാണെന്നുള്ളത് നമ്മൾ ഏത് വിശ്വാസിയുടെയും ഹൃദയത്തിനകത്ത് എഴുതപ്പെടേണ്ട, ഒരിക്കലും മറന്നു പോകരുതാത്ത സത്യങ്ങളാണ്. ഓക്കെ, അത് ആ താഴോട്ട് വായിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഈ മൽക്കിസദേക്കിനെ കുറിച്ച്. വി ആർ നോട്ട് ലിങ്കറിംഗ് ദെയർ. നമ്മൾ അവിടെ അധികം സമയം ചെലവഴിക്കുന്നില്ല, കാരണം നമ്മുടെ ഉദ്ദേശം യോഹന്നാന്റെ സുവിശേഷമായതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ 57-ാം വാക്യത്തിൽ 56-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്,
നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ എബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടോ? അപ്പൊ എബ്രഹാമിന്റെ കാലത്തിലേക്ക് കർത്താവ് അവരെ കൊണ്ടുപോയത്. അപ്പൊ അവർ ചോദിക്കുകയാണ്, നീ നിനക്ക് 50 വയസ്സ് പോലും ഇല്ല, അപ്പൊ നീ എങ്ങനെയാണ് ഈ എബ്രഹാമിനെ കണ്ടു എന്ന് പറയുന്നത്? അപ്പോ 58-ാം വാക്യത്തിൽ യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പം ബിഫോർ എബ്രഹാം വാസ് ഐ ആം എന്നാണ്. അവൻ എബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ചോദ്യം ഇതിനിടയിൽ വന്നിരിക്കുന്നത്, എബ്രഹാം നമ്മളെ കാണുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാക്ഷികൾ നമ്മളെ കാണുന്നു എന്നുള്ളതാണോ എന്നാണ്. വിറ്റ്നസസ് ആണ്, വിറ്റ്നസസ്. എന്ത് വിറ്റ്നസസിനെ കുറിച്ചാണ് പറയുന്നത്? നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. അവിടെ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഈ GVS ഗ്ലോബൽ വിഷൻ സ്കൂളിലെ ഈ വാക്യം അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് വിറ്റ്നസിങ് എന്നും നമ്മുടെ ചുറ്റും നിൽക്കുന്ന വിറ്റ്നസ് ആരാണെന്നും അവരെന്താണ് പ്രാപിക്കാൻ ബാക്കിയുള്ളതെന്നുള്ള കാര്യം അന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അവർ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെല്ലാം ഈ മഹാനിയോഗത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അവർ വായിക്കുന്നത്. നമ്മൾ വായിക്കും, ഞാൻ വായിക്കുമ്പോൾ എല്ലാം ജീവന്റെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോരോ ടീച്ചിങ്ങിനും ഓരോരോ എന്താ പറയുക, ആത്മാവ് ഓരോരോ പില്ലറുകളെ പണിയുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ജീവൻ പോലെ പ്രധാനമാണ് നമ്മൾ സുവിശേഷം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണ് വചനം വെളിപ്പെടുന്നത്. അപ്പം ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ദാറ്റ്. അത് പല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വചനമാണ്. 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരം. അപ്പൊ അവര് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു സൂചന അവിടെ ഇല്ല. നമ്മുടെ ചുറ്റും കുറെ രക്തസാക്ഷികൾ ഉണ്ടെന്നുള്ളതാണ്. ദാറ്റ്സ് ഇൻ ദ ഡിവൈൻ പ്ലേസസ്, ഇൻ ദ ലോർഡ്സ് പ്രസൻസ് അവരുണ്ട്. ഓക്കെ, വിറ്റ്നസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടം വിറ്റ്നസ് ചെയ്യുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല, വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവരെന്നുള്ളതാണ്. അതിന് 39-ാം വാക്യത്തിൽ സാക്ഷികൾ എന്ത് സാക്ഷ്യമാണ് വഹിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഓട്ടത്തിന് സാക്ഷികളായിട്ടല്ല അവരിയ്ക്കുന്നത്. 39-ാം വാക്യം 11-39, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സാക്ഷ്യം എങ്ങനെ ലഭിച്ചത്? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ആർ വിറ്റ്നസിങ് അവർ റണ്ണിങ്, അല്ല, അങ്ങനെയല്ല. അവര് ഒരു സാക്ഷ്യം പ്രാപിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവരാണ് അവര്. They were witnesses. In faith they claimed that witnessing. They became witnesses of Christ in faith. അവർ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറിയത് വിശ്വാസത്താലാണ്. അങ്ങനെ വലിയൊരു ക്ലൗഡ് നമുക്ക് ചുറ്റും, ഒരു ക്രൗഡ് ഓഫ് വിറ്റ്നസസ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം, ഒരു ക്ലൗഡ്, ഒരു മേഘക്കൂട്ടം, ഒരു ക്രൗഡ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കർത്താവിന്റെ സാക്ഷികളാണ്. ആ കർത്താവിന്റെ സാക്ഷികളുടെ വലിയൊരു സംഘം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ഓട്ടം കാണാൻ വേണ്ടി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് ഓട്ടം കാണാൻ വേണ്ടി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് നമ്മുടെ പോലെയുള്ള സാക്ഷികൾ, നമുക്ക് മുമ്പേ ഉള്ള സാക്ഷികൾ. എന്നാൽ നമ്മളും കൂടെ വന്ന ശേഷമേ അവർക്ക് വാഗ്ദത്തം നിവൃത്തി പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതിനാൽ നമുക്ക് വേണ്ടി കൂടെ കാത്തിരിക്കുന്ന സാക്ഷികളാണ് ആ വാക്യത്തിൽ. നമ്മൾ അങ്ങനെ മാത്രമേ ആ വാക്യത്തെ കാണാൻ കഴിയൂ. ഞാൻ എന്തുകൊണ്ടാണ് എബ്രഹാമിനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതെന്ന് ഇവിടെ ഞാൻ വിശദീകരിക്കാം. എബ്രഹാമിന് എന്നുള്ളതല്ല, ഈ ലോകത്ത് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനും ശാരീരികമായ പുനരുത്ഥാനം സംഭവിക്കാതെ ഈ ഭൂമിയിലെ കാഴ്ചകൾ, നശ്വരമാകുന്ന നശിച്ചു പോകുന്ന ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പുനരുത്ഥാനം നടന്ന കണ്ണുകൾ, തേജോമയമായ കണ്ണുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ആ ഫിസിക്കൽ ബോഡി, റീജനറേറ്റഡ് ഫിസിക്കൽ ബോഡിയിൽ പൂർണ്ണത ഉണ്ടാകുന്നത്. അതുവരെ വി ആർ ഇൻ ദ സ്പിരിറ്റ് എൻജോയിങ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ലോർഡ്. നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ആ വലിയ സന്തോഷത്തിൽ റെസ്റ്റ് ചെയ്യുകയായിരിക്കും എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. വിട്ടുപിരിഞ്ഞാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ പോകുന്നത്. വിട്ടുപിരിഞ്ഞാണ്. വി സേ ബൈ ടു എവറിത്തിങ് ആൻഡ് ഗോ ടു ദ ലോർഡ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. We go to the Lord and rest in Him with a permanent resting. ആ ഒരു റെസ്റ്റിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് ആത്മാവ് ജീവൻ പ്രാപിച്ച ആത്മാവാണ്. ആ ആത്മാവിന് ദൈവത്തെ അറിയാം, ആ സന്തോഷം അറിയാം, രക്ഷയുടെ ആനന്ദത്തിൽ ആനന്ദിക്കാൻ ആത്മാവിന് കഴിയും. കർത്താവിനോട് സംസാരിക്കാൻ പറ്റും, കർത്താവിനെ കേൾക്കാൻ പറ്റും, കർത്താവിനൊരു ഫെലോഷിപ്പ് ആവാൻ പറ്റും. പക്ഷെ ബോഡി ഇല്ലാത്തത് കൊണ്ട് നമ്മളുമായി സംവദിക്കാൻ കഴിയില്ല. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിലുള്ള മനുഷ്യരായ നമ്മളോട് സംവദിക്കാൻ ഈ മരിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയുള്ളൂ. സോ വി ഓൾസോ നീഡ് ടു ബി ഗ്ലോറിഫൈഡ്. ദേ ഓൾസോ നീഡ് ടു ബി ഗ്ലോറിഫൈഡ്. ഓൺലി ഇൻ ദ ഗ്ലോറിഫൈഡ് ബോഡീസ് ഇറ്റ് വിൽ ബി ഏബിൾ ഫോർ ഐദർ ഓഫ് us ടു കമ്മ്യൂണിക്കേറ്റ്. അതുവരെ അത് സാധിക്കില്ല എന്നാണ്
വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവസാനത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, നമ്മൾ ഈ വാക്യത്തോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം 9-ാം അധ്യായം ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ബ്ലൈൻഡ് മാൻ. ഇനി അത് ആരംഭിക്കുക എന്നുള്ളത് പ്രയാസമാണ്. സോ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് വിത്ത് അവസാനത്തെ വാക്യം. ഈ അവസാനത്തെ വാക്യം കൊണ്ട്, 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം കൊണ്ട് നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, നാളെ വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ടുമോറോ ഈവനിങ് വി വിൽ ഹാവ് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, 58-ാം വാക്യം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് എത്ര ശരിയായില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, Jesus said to them, truly, truly, I say to you, before Abraham was, I am. I am. I am that I am. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം എബ്രായ ലേഖനം വായിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. എക്സ്പ്ലിസിറ്റ്ലി എക്സ്പ്ലെയിൻഡ്. I am, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. അങ്ങനെ തന്നെയാണ് അവിടെ പറയേണ്ടത്. എബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ആകുന്നു, അല്ലെ? അപ്പൊ മോശയോട് ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞത് ആരായി? ഞാൻ ആകുന്നു എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ഗോഡ് ഹിംസെൽഫ്. ഇത് കേട്ടപ്പോഴാണ് അവർ കല്ലെടുത്തത്. എറിയാതിരിക്കുമോ യഹൂദന്മാര്? അവര് നോക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞപ്പോഴേ ദൈവം അവനെ തന്നെ വിളിക്കുന്ന ഒരൊറ്റ വാക്ക് കർത്താവോട് പറയുമ്പോഴൊരു കല്ലെടുക്കുക. കാരണം അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു പറഞ്ഞത് അവനെ ദൈവമായിട്ട് തുല്യപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് കല്ലെടുത്തത്, ദൈവദൂഷണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നും നമ്മുടെ യഹോവാസാക്ഷികൾക്കും എന്താ പറയുന്നത്, മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും ഒന്നും ഇത് മനസ്സിലായിട്ടില്ല. അത് വളരെ അത്ഭുതമല്ല. അന്നത്തെ അവിശ്വാസികൾക്ക്, ഹൃദയകാഠിന്യമുള്ളവർക്ക് കർത്താവ് പറഞ്ഞ മനസ്സിലായി. ഇന്ന് ബൈബിൾ തുറന്ന് വായിക്കുന്നവർക്ക് പലർക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് സംശയം. ഇന്ന് എനിക്കറിയാം വിശ്വാസികളുടെ ഇടയിൽ പോലും വലിയൊരു പങ്ക് വിശ്വാസികൾക്ക് സംശയമാണ്. ശരിക്കും കർത്താവ് ദൈവം തന്നെയായിരുന്നോ? അത് സഭ അങ്ങനെ പറഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. എന്നോടൊരു വിശ്വാസി അടുത്തയിടെ ചോദിച്ചാണ്, ഈ ത്രിയേക ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുക? ഞാൻ പറഞ്ഞു, പോക്കാണ്. പണ്ട് ഞാനും വിശ്വസിക്കുന്ന വലിയ കുഴപ്പമില്ലെന്നാണ്. രക്ഷയ്ക്ക് കുഴപ്പം സംഭവിക്കും. കാരണം ദൈവമല്ല നമ്മളെ രക്ഷിക്കുന്ന പറയുമ്പോൾ നമ്മൾ വേറെ ആരെയോ സ്തുതിക്കുന്നു, വേറെ ആരുടെ മുമ്പിൽ വണങ്ങുക ചെയ്യുന്നു. നിത്യതയിൽ ചെന്നിട്ട് നമ്മൾ ദൈവമല്ലാത്ത ഒരാളെ വണങ്ങാൻ പോവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നേ ഇല്ല. ഇഫ് ജീസസ് ഈസ് നോട്ട് ലോർഡ്, വി ആർ നോട്ട് സേവ്ഡ്. നമ്മൾ രക്ഷിക്കപ്പെടാൻ പറ്റില്ല. രക്ഷിക്കപ്പെടുന്നത് അവന്റെ കൃപാ മഹത്വം വെളിപ്പെടുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്. ആ ദൈവമായതുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കാൻ അവൻ അധികാരമുള്ളവനായി മാറിയത്. ഓക്കെ, അപ്പോൾ അവൻ എറിയുവാൻ കല്ലെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, they were offended because Jesus was claiming himself to be God. ദൈവമാണെന്ന് തന്നെത്താൻ പറയുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. മറഞ്ഞു എന്നാണ്, he disappeared. ഓക്കെ, and Jesus hid himself എന്ന് എഴുതിയിരിക്കുന്നു. മറച്ചു, തന്നെത്താൻ മറച്ചു. എങ്ങനെ മറച്ചു? കല്ലെറിഞ്ഞപ്പോഴേ ഇവനെ കാണുന്നില്ല. That's what. അവനെ തന്നെ മറച്ചു. It was not just a human way of doing it. ഒരു മാനുഷികമായ തലത്തിൽ ആരും വിചാരിക്കുന്നില്ല. ദൈവികമായ ആ ഒരു പ്രൊട്ടക്ഷനിൽ അവൻ തന്നെ മറച്ചു വെച്ചു. കാരണം അവന്റെ ടൈം അതുവരെ ആയിരുന്നില്ല. അവർ ശിഷ്യന്മാർ ഇനിയും ബലപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. ശിഷ്യന്മാരെ ചില വഴികൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓട്ടം പൂർത്തിയാക്കാൻ ഇനി അനേകരെ കണ്ടുമുട്ടാനുണ്ടായിരുന്നു. The journey goes on, life goes on. ദൈവത്തിന്റെ സമയം വരുന്നവരെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആളുകളെ കണ്ടുമുട്ടാനുണ്ട്, ഇനി ആളുകളോട് സംസാരിക്കാനുണ്ട്, ഇനിയും കർത്താവിൽ നിന്ന് പ്രാപിക്കാനുണ്ട്, കേൾക്കാനുണ്ട്, ബലപ്പെടാനുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും ഇതെല്ലാം ഓവറായിരിക്കും. ഇത് ഓവറാകുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കും. ദാറ്റ്സ് ഹൗ ജീസസ് വർക്ക് ആൻഡ് ദാറ്റ്സ് ഹൗ വി ആർ ഗോയിങ് ടു വർക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് 8 അധ്യായങ്ങൾ കർത്താവ് നമ്മളെല്ലാവരോടും സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടും കർത്താവ് സംസാരിക്കുവാൻ നിങ്ങൾ 8 അധ്യായങ്ങൾ വായിക്കണം. തീർച്ചയായിട്ടും വായിക്കണം. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ, ഏത് സുവിശേഷ ഭാഗങ്ങൾ, ഏത് ലേഖനം വായിച്ചാലും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ വളരെ ആഴമായിട്ട് ഈ വാക്യങ്ങളിലൂടെ നടത്തുവാൻ കർത്താവിന്റെ ആത്മാവിന് കഴിയും.
സോ വി ട്രസ്റ്റ് ഹിം ആൻഡ് വി പ്രേ ആൻഡ് വി റീഡ് ദ ബൈബിൾ. നാളെ നമ്മൾ കടന്നു വരുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം വളരെ പതുക്കെ തീരുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഇറ്റ് ടേക്ക് സോ മച്ച് ടൈം. സാരമില്ല, നമുക്ക് കർത്താവ് വന്നാൽ പിന്നെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ദൈവത്വത്തെ, പുത്രത്വത്തെ, ഞങ്ങളെ രക്ഷിച്ച തേജോമയനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് വചനങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ആരെന്ന് കണ്ട് അറിഞ്ഞ് അങ്ങ് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, വന്ദനം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് അങ്ങേ തന്നെ വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ രാജ്യത്വം ഞങ്ങൾ ആഘോഷിക്കുകയും അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു കർത്താവെ. അവിടെ ഞങ്ങളുടെ രാജാവായിരുന്നു, അങ്ങയുടെ ജീവൻ ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കേന്ദ്രമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്ന് തീരുമാനിച്ച് കർത്താവെ ആ ജീവന്റെ പങ്കാളിത്തത്തിൽ ഞങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തി അത് പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് ജീവനിലേക്ക് ഞങ്ങൾ നടത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ വൈകിട്ട് 6:40 നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.